കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ കാറിലിട്ട് വലിച്ച ഒരു സംഭവം എല്ലാവരും അറിഞ്ഞു കാണും. അതായത് കൂടൽക്കടവ് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. വളരെ അടുത്ത് തന്നെയാണ് ആ സ്ഥലം. അപ്പം സ്വാഭാവികമായും അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ നമുക്കറിയാം. ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് നമ്മൾ ടി വി കൂടെയൊക്കെ കണ്ടു കാണും. അതായത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ അവിടെ ഭയങ്കരമായ രീതിയിലുള്ള മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും എല്ലാം ഭയങ്കര കൂടുതലാണ്. പക്ഷെ വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പീസുള്ളൊരു സ്ഥലമാണ്. ഒരു ഡാമാണത്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നതും നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റുന്നതായ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്നവർക്ക് അത്രത്തോളം ആ സ്ഥലം വലിയ പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ വയനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആ സ്ഥലം ഭയങ്കര പരിചിതമായ ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ പോയിരിക്കാനും വർത്താനം പറയാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം അതിന് കൂടെ തന്നെ കള്ള് കുടിക്കുന്നവർക്ക് വേണമെങ്കിൽ കള്ളും കുടിക്കാം. കഞ്ചാവ് വലിക്കുന്നവർക്ക് വേണമെങ്കിൽ കഞ്ചാവും വലിക്കാം. തുടങ്ങിയ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് സാധാ രീതിയിലുള്ള ആൾക്കാർ വന്ന് കണ്ടുപോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ വരികയും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അത് ചോദ്യം ചെയ്യുമ്പം അവിടുത്തെ നാട്ടുകാർ ഇത്തരത്തിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വൃത്തികെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നോണം ആ സ്ഥലം അങ്ങ് അടച്ചു പൂട്ടുകയല്ല വേണ്ടത്. ഇനി ഇവിടെ വിനോദസഞ്ചാരികൾ ആരും വരരുത് എന്നുള്ള രീതിയിൽ ആ സ്ഥലം അടച്ചു പൂട്ടുകയല്ല വേണ്ടത്. പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനായി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇടയ്ക്കൊരു പോലീസ് പെട്രോളിങ്ങോ അത് കൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നാട്ടുകാർക്ക് അതിന് മൊത്തം ഏൽപ്പിച്ചു കൊടുത്താൽ അതൊരു സദാചാരമായി മാറും. ഒരാണും പെണ്ണും അതിൽ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യാൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു നിയമപരമായ രീതിയിൽ പോലീസ് പെട്രോളിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു വാച്ച്മാനെയൊക്കെ ആക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു പോലീസ് പെട്രോളിംഗ് ഒക്കെ അതിനകത്ത് ഏർപ്പെടുത്തുക. അല്ലാതെ നാട്ടുകാരെ ചോദ്യം ചെയ്യിക്കാനായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ അതൊരു സദാചാരത്തിന്റെ രീതിയിലേക്ക് മാറും. പിന്നെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ സംഭവം, ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചുകൊണ്ട് പോയി. ചെറിയ ദൂരമൊന്നുമല്ല, 400 മീറ്ററോളം വലിച്ചുകൊണ്ട് പോയി. അത് വലിയൊരു ദൂരം തന്നെയാണ്. പക്ഷെ അതിലൂടെ എപ്പോഴും വണ്ടികൾ പോക്കും വരവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നാട്ടുകാരൊക്കെ അവിടെ തന്നെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ആ സമയത്ത് വണ്ടികൾ കുറവായിരുന്നു, ആൾക്കാർ കുറവായിരുന്നു, തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ 3 പേരാണോ 4 പേരാണോ എന്ന് ഇപ്പോഴും ഉറപ്പാക്കിയിട്ടില്ല. അപ്പൊ 2 പേരെ എങ്ങാണ്ട് ഇപ്പോൾ ഓൾറെഡി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം മധു ആയിരുന്നു എര, ഇപ്പം മാദനായി എര. അപ്പൊ ഇതൊന്നും ഒരു കാലത്തും എത്രത്തോളം വലിയ രീതിയിലേക്ക് അന്വേഷിച്ചിറങ്ങിയാലും എത്ര വലിയ കേസുകൾ എടുത്താൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആദിവാസികൾ എന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ, ഓരോരുത്തരെയും പോലെ തന്നെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരും ആദിമ നിവാസികളാണ് അവർ. ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ പിന്മുറക്കാരാണ് ഇവരൊക്കെ. അപ്പം നമ്മളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്ത് വന്നവർ. അപ്പം ആ ഒരു ഈഗോ നമുക്കാണ് ശരിക്കും ഉള്ളത്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ കാണുന്നതൊക്കെ. അപ്പം നല്ല രീതിയിൽ കേസ് എടുക്കുക, നല്ല രീതിയിൽ അന്വേഷിക്കുക. അപ്പം എന്തായാലും പോലീസുകാരായിട്ട് ഈ കേസ് ഉറപ്പായിട്ട് അങ്ങനെ വിട്ടുകളയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ പോലീസുകാരാണെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ ആണല്ലോ എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തീർച്ചയായിട്ടും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പം പ്രതികളെ അറസ്റ്റ് ചെയ്യുക, വണ്ടി കസ്റ്റഡിയിൽ എടുക്കുക, ഉണ്ടായിരുന്ന ഓരോ പ്രതികൾക്കെതിരെ, കാരണം അത്ര മനസാക്ഷി ഇല്ലാത്ത പരിപാടിയാണ് അവർ കാണിച്ചത്. കുറച്ചെങ്കിലും മനസാക്ഷി ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തെണ്ടിത്തരം കാണിക്കൂല. അതായത് കൈ പിടിച്ച് വലിച്ച് 400 മീറ്ററോളം കൊണ്ടുപോവുക. അപ്പൊ ആ കാറിന്റെ ടയറൊക്കെ ഈ പുള്ളിയുടെ മേത്ത് കൂടെ കയറാനുള്ള സാധ്യത വളരെ വലുതായിരുന്നു. പക്ഷേ പുള്ളീന്റെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നു, എന്താണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒടിവോ ചതവോ ഒന്നുമില്ല. പക്ഷെ ടാർ ഇട്ട റോട്ടിൽ കൂടെ നമ്മളൊരു സൈക്കിളിൽ പോകുമ്പം ഒന്ന് വീണ് കഴിഞ്ഞ് നമുക്ക് കയ്യിലൊരു പോറൽ ഉണ്ടാകുമ്പോൾ ഉള്ള വേദന അവസ്ഥയെ നമുക്കറിയാം. അപ്പൊ അവിടെ കണ്ടു നിന്നത് പറഞ്ഞത് ഉപ്പൂറ്റി വരെ തേഞ്ഞു പോയി. ബേക്ക് ഭാഗം ഇല്ല. ടാറിട്ട റോഡിലൂടെ, അത് പുതിയതായി ടാർ ചെയ്ത കുറച്ച് ഭാഗമാണ് അതൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുക, നല്ല വെയിലുള്ള സമയം.
അപ്പോൾ ഒന്നും പറയാനില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. പുള്ളിക്കിനി കൃത്യമായി ചികിത്സ ഉറപ്പുവരുത്തുക, ചികിത്സ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇനിയിപ്പം നമ്മളെയും കൊണ്ടും സർക്കാരിനെയും കൊണ്ടും ചെയ്യാൻ സാധിക്കൂ. അതുകൂടാതെ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അവന്മാർക്കെതിരെ നല്ല രീതിയിൽ നടപടിയെടുക്കുക, നല്ല രീതിയിൽ കേസുമായി മുന്നോട്ട് പോകുക എന്നുള്ളത്. അതുറപ്പായിട്ടും സംഭവിക്കും, സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനിയും ഇരകളുണ്ടാവും. ഇരകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ, ഇരകളുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം ഉണ്ടാകുമ്പോൾ അതിന് എതിരെ നല്ല നല്ല തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കാൻ ഉള്ളൊരു നിയമം ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിയമത്തിന് കുറവൊന്നുമില്ല. പക്ഷെ അതിനൊരു തൻ്റേടമുള്ളവർ വേണം. ഇപ്പം ആ കാറിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരു വലിയ പുള്ളീൻ്റെ മകനോ അല്ലെങ്കിൽ കുറച്ച് പിടിപാടുള്ള ഒരാളോ ആണെങ്കിൽ ഒരു പരിപാടിയും നടക്കൂല. അപ്പം അങ്ങനെ നമ്മുടെ നിയമം അതിനകത്തേക്ക് ചുരുങ്ങി പോകരുത് എന്നാണ് ആഗ്രഹം. എന്തായാലും നോക്കാം എന്ത് സംഭവിക്കുമെന്ന്.